Okay, so I'm moving to the third question. Third question. This will be considered as part two. So third question നമ്മളെ question ഒന്ന് നോക്കാം. An employee was given uh, 1 second. Yeah, an employee was given direction to provide deposit to secure his job. He paid rupees 3 lakh as deposit and his monthly salary was 20,000. Whether this will be considered as deposit as per company sign. ഒന്ന് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് ഡെപ്പോസിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഒന്ന് മെസ്സേജ് അയക്കാവോ. അതായത് മന്ത്ലി സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ആണ്. അങ്ങനെയാകുമ്പോൾ അയാളുടെ ഇയർലി സാലറി എത്രയായിരിക്കും? 2,40,000. ഇയാളുടെ അടുത്ത് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്ന പൈസ എത്രയാണ്? 3 lakh. അപ്പൊ ഈ പ്രൊവിഷൻ ഓർമ്മ ഉണ്ടോ? എന്താണ് ഡെപ്പോസിറ്റ്, എന്തല്ല ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. അതില് പറഞ്ഞിരിക്കുന്നത് ആനുവൽ സാലറിനേക്കാളും കൂടുതലാണ് നമ്മളുടെ ഡെപ്പോസിറ്റ് എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അതിനെ സെക്യൂർ ഡെപ്പോസിറ്റ് എങ്കിൽ നമ്മൾ അതിനെ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആനുവൽ സാലറിനേക്കാളും ലെസ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്ന ഡെപ്പോസിറ്റ് എങ്കിൽ അത് എന്തായിട്ട് കണക്കാക്കില്ല? ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കില്ല. ഇത് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്തല്ല ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ജാസിർ പറയുന്നു ഡെപ്പോസിറ്റ് ആണെന്ന്. കറക്റ്റ് ആണ്. ഓക്കെ ആണോ? സോ ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ ഇനി സമയം വേണ്ടതുണ്ടോ? ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ക്വിക്ലി ഒന്ന് നോക്കിക്കോ. An employee was given direction to provide deposit to secure his job. അതായത് ചില കമ്പനീസ് അവിടെ ഒരു എംപ്ലോയിനെ എടുക്കണമെങ്കിൽ ആദ്യം അവരുടെ അടുത്ത് ഡെപ്പോസിറ്റ് മേടിക്കും. എന്തിനു വേണ്ടി അങ്ങനെ ഡെപ്പോസിറ്റ് മേടിക്കുന്നത്? സോ ദാറ്റ് ആ എംപ്ലോയി എങ്ങാനും ഇവരുടെ എന്തെങ്കിലും അസറ്റോ മറ്റോ എടുത്ത് പോവുകയോ എന്തെങ്കിലും മാൽപ്രാക്ടീസ് നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡെപ്പോസിറ്റ് അവർക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു പൈസ വസൂലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് മേടിക്കുന്നത്. പക്ഷെ അവരുടെ ആനുവൽ സാലറിനേക്കാളും കൂടുതൽ പണം അവർ ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കും? ഡെപ്പോസിറ്റ് കണക്കാക്കും. ഈ കമ്പനിയെ സംബന്ധിച്ചോളം ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാ? ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാല് അവര് പിന്നെ സെക്ഷൻ 73-ലും 74-ലും 76-ലും പറയുന്ന നിയമങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. DPT പോലത്തെ ഫോംസ് ഒക്കെ രജിസ്റ്റർ അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പം ഡെപ്പോസിറ്റ് അല്ല, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഡെപ്പോസിറ്റ് അല്ല അതെങ്കിൽ അവരെന്ത് ചെയ്യാം? അവർ ആ പൈസ അവിടെ മേടിച്ച് വെച്ചിട്ട് എംപ്ലോയി തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് തിരിച്ചു കൊടുത്താൽ അത് തീരും. അതേസമയം ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതോട് കൂടി പിന്നെ അവർക്ക് കമ്പനീസ് ആക്ടിലെ പല നിയമങ്ങളും ബാധകമാകുന്നതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കോംപ്ലിക്കേഷൻ. സോ ഒരു എംപ്ലോയിന്റെ സാലറി ആനുവൽ സാലറിനേക്കാളും കൂടിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒന്ന് ആൻസറും നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി. ഓക്കെ ആണോ? ആൻസർ ഒന്ന് ഞാൻ വായിച്ചുതരാം. എനി എമൗണ്ട് റിസീവ് ഫ്രം an employee of the company not exceeding his annual salary under a contract of employment with company in the nature of non-interest bearing secure deposit is not considered as deposit. ഓക്കെ, എന്താ പറയുന്നത്? എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം an employee of the company not exceeding his annual salary under a contract of employment with company in the nature of non-interest bearing secure deposit is not considered as deposit. അതായത് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാതെ അയാളുടെ ആനുവൽ സാലറിനേക്കാളും ലെസർ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്യൂർ ഡെപ്പോസിറ്റ് ആയിട്ട് മേടിച്ചാൽ അത് കമ്പനി സെക്ടർ പ്രകാരം എന്തല്ല? ഡെപ്പോസിറ്റ് അല്ല. ഗിവൺ ഇവിടെ എന്താ ഉള്ളത്? ഇൻ ദ ഗിവൺ കേസ് എമൗണ്ട് റെസീവ്ഡ് ഈസ് 3 lakh while the annual salary is 2,40,000, 20,000 to 12, which is above annual salary, therefore it is considered as deposit. ഇവിടെ നിങ്ങൾ ആൻസർ റൈറ്റ് ചെയ്യുമ്പോൾ നോക്കി ഇതുപോലെ പ്രൊവിഷൻ ആദ്യം എഴുതിയിട്ട് ഗിവൺ എന്താണെന്നുള്ള എഴുതിയിട്ട് കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. ഓക്കെ ആണോ? കംഫർട്ടബിൾ ആണോ? ക്യാൻ ഐ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് കരുതുന്നത്. അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിവൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ എടുത്തിരിക്കുന്നത് ചാർജസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. ചാർജസ്. ഓക്കെ, നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം.
Moonlight Limited having establishment in USA, it obtained a loan there, creating a charge on the assets of the foreign establishment. Company received a notice from Registrar of Companies for not filling particulars of charge created by company on the property or assets situated outside India. The company wants to defend the notice on the ground that it shall not be duty of the company to register the particulars of the charge created on the asset not located in India. Do you agree with the stand taken by company? Give your answer with respect to provisions of Companies Act. അപ്പൊ ഞാൻ എന്താണ് പ്രൊവിഷൻ എന്ന് പ്രാവശ്യം പറഞ്ഞുതരാം, അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാവശ്യം വായിക്കാം. അതായത് ഒരു കമ്പനിക്ക് ഇന്ത്യന്റെ പുറത്ത് USA കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ഈ USA പ്രോപ്പർട്ടി മോർഗേജ് ആയിട്ട് വെച്ചിട്ട് അവർ അവിടെ ലോൺ ക്രിയേറ്റ് ചെയ്യുന്നു, ആ അസറ്റിന്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതറിഞ്ഞ ഇന്ത്യൻ കമ്പനിയിലെ രജിസ്ട്രാർ പറയാണ്, നിങ്ങൾ USA ക്രിയേറ്റ് ചെയ്ത ചാർജിന്റെ മുകളിലുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോ ഇന്ത്യൻ കമ്പനീന്റെ ഈ ഇന്ത്യൻ കമ്പനിയാണ്, ബട്ട് ദേ ഹാവ് പ്രസൻസ് ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ. സപ്പോസ് യു ടേക്ക് കമ്പനി ലൈക്ക് ഇൻഫോസിസ്. അപ്പൊ ആ കമ്പനീന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയുന്ന റീസൺ എന്തായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയുന്ന റീസൺ എന്തായിരിക്കും? ദേ ആർ ടെല്ലിംഗ് ദാറ്റ് കമ്പനിക്ക് എന്താണുള്ളത്? കമ്പനിക്ക് ഇന്ത്യന്റെ പുറത്തുള്ള ബിസിനസ് അല്ലേ ഇത്, ഇന്ത്യന്റെ പുറത്തുനിന്നെടുത്ത ലോൺ ആണല്ലോ ഇത്, അത് ഞങ്ങൾ എന്തിനാണ് ഇന്ത്യൻ രജിസ്ട്രാറിനെ അറിയിക്കേണ്ട കാര്യം? നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള കാര്യം നോക്കിയാൽ പോരെ എന്നാണ് കമ്പനി തിരിച്ചു ചോദിക്കുന്നത്. ഇവിടെ കമ്പനി പറയുന്നതാണോ കറക്റ്റ്, അല്ലെങ്കിൽ രജിസ്ട്രാർ പറയുന്നതാണോ കറക്റ്റ്? നിങ്ങൾ ആരെ കൂടെ നിൽക്കും? ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുക, എന്നിട്ട് ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് പറയാം. പറഞ്ഞ ഞാൻ ആരെ കൂടെ നിൽക്കും? ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ജാസർ ചാർജ് ക്രിയേറ്റ് ചെയ്താക്കിയത്, യെസ്, ഗുഡ്, കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ട് കാര്യങ്ങൾ, അപ്പൊ ഒന്നും പ്രശ്നമല്ല. ഗുഡ്, ഗുഡ്. ആൻസർ പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിവൺ ഹു ഡിഡ് നോട്ട് അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചതെന്ന് ഷുഡ് ഐ റിപ്പീറ്റ്? എനിവൺ? നോ ഇഷ്യൂസ്, ഐ വിൽ റിപ്പീറ്റ്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യന്റെ കോൺടെക്സ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യൻ കമ്പനിയാണ്, അവർക്ക് ഫോറിനിൽ പ്രസൻസ് ഉണ്ട്, അങ്ങനെ ഉണ്ടാവുമല്ലോ. ആ കമ്പനി ഫോറിനിൽ എടുത്ത ലോണ് ഫോറിൻ രാജ്യത്തുള്ള അസറ്റിന്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തത് ആരെ അറിയിക്കുന്നില്ല? രജിസ്ട്രാറിനെ അറിയിച്ചിട്ടില്ല. ഏത് രജിസ്ട്രാറിനെ അറിയിച്ചിട്ടില്ല? ഇന്ത്യൻ രജിസ്ട്രാറിനെ അറിയിച്ചിട്ടില്ല. യു ക്യാൻ ജസ്റ്റ് ലുക്ക് ഹിയർ. സപ്പോസ് USA നമ്മളെ ഉള്ള ഒരു പ്രസൻസും ഉണ്ട്, ഇന്ത്യയിൽ പ്രസൻസും ഉള്ള ഒരു കമ്പനിയാണ്. അപ്പൊ USA എടുത്തിരിക്കുന്ന ലോണിന്റെ മുകളിൽ ഇവരെന്ത് ക്രിയേറ്റ് ചെയ്യാണ്? ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ USA എടുത്ത ലോണിന്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്ത ലോണിന്റെ മുകളിൽ ദേ ഹാവ് ക്രിയേറ്റഡ് എ ചാർജ് ഓൾസോ. അത് ആരെ ഇൻഫോം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്? രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഏത് രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്തിട്ടില്ല? ഇന്ത്യയിലുള്ള രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ആ കമ്പനിയുടെ മറുപടി എന്തായിരിക്കും? ഞങ്ങൾ USA ക്രിയേറ്റ് ചെയ്ത ലോണാണ്, USA അസറ്റിന്റെ മുകളിലാണ് ചാർജ് ക്രിയേറ്റ് ചെയ്തത്, ഞങ്ങൾ എന്തിനാണ് ഇന്ത്യൻ രജിസ്ട്രാറിനെ വിവരം അറിയിക്കേണ്ടത് എന്നുള്ളതാണ് കമ്പനീന്റെ ക്വസ്റ്റ്യൻ. പക്ഷെ ഇവിടെ രജിസ്ട്രാർ എന്താണ് പറയുന്നത്? ഇന്ത്യന്റെ പുറത്താണെങ്കിലും ഇന്ത്യന്റെ അകത്താണെങ്കിലും ഞാൻ അറിഞ്ഞിരിക്കണം എന്നാണ് ഇന്ത്യൻ രജിസ്ട്രാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയുടെ പുറത്താണ് ഇവര് ചാർജ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത്. ഓക്കെ, വി ക്യാൻ എഗ്രി. ഇന്ത്യന്റെ പുറത്ത് ക്രിയേറ്റ് ചെയ്ത ചാർജ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യന്റെ പുറത്തുള്ള ലോൺ ആണ് എന്നൊക്കെ നമുക്ക് എഗ്രി ചെയ്താലും ഇവിടെ പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാല് ഇതേ അസറ്റ് ഉപയോഗിച്ചിട്ട് നാളെ ഏതെങ്കിലും ഒരു ദിവസം ഈ കമ്പനി ഇന്ത്യയിൽ ഒരു ലോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ രജിസ്ട്രാറിന് അറിയില്ലല്ലോ ഇങ്ങനെ ഒരു അസറ്റിന്റെ മുകളിൽ ഓൾറെഡി ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പുറത്തുള്ള അസറ്റ് ആണെങ്കിലും ഇന്ത്യൻ രജിസ്ട്രാറിനെ ആരറിയിക്കണം? ഇന്ത്യൻ കമ്പനീസ് ചാർജ് ക്രിയേറ്റ് ചെയ്ത് അറിയിച്ചിരിക്കണം. അപ്പോ ഇവിടെ രജിസ്ട്രാർ പറയുന്നതാണ് ന്യായം, രജിസ്ട്രാർ പറഞ്ഞതാണ് കറക്റ്റ്. റീസൺ മനസ്സിലായോ? ഇന്ത്യന്റെ പുറത്തുള്ള ഒരു അസറ്റ്, ഇന്ത്യന്റെ പുറത്തുള്ള ഒരു രാജ്യത്ത് ലോൺ എടുത്തത് ആ രാജ്യത്തെ രജിസ്ട്രാറിനെ മാത്രം അറിയിക്കുകയും ഇന്ത്യയിലുള്ള രജിസ്ട്രാറിനെ അറിയിക്കാതിരിക്കുകയും ചെയ്താലുള്ള പ്രോബ്ലം എന്താണ്?
നാളെ ഇതേ അസറ്റ്, ഇന്ത്യന്റെ പുറത്ത് ഒരു അസറ്റ് കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു ലോൺ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ രജിസ്ട്രാർ എന്ത് അവെയർ അല്ല, ഇങ്ങനെ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തതോ മുന്നേ ചാർജ് ഉള്ളതോ അവെയർ അല്ല. അപ്പൊ അയാൾ ചിലപ്പോൾ ആ രജിസ്ട്രേഷനെ സമ്മതിച്ചേക്കാം. സോ ഇന്ത്യന്റെ പുറത്താണെങ്കിലും ഇന്ത്യന്റെ അകത്താണെങ്കിലും ഇന്ത്യൻ രജിസ്ട്രാറിനെ നമ്മൾ എന്ത് ചെയ്തോളണം, വിവരം അറിയിക്കണം എന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. ആൻസർ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആരാണ് ഈ പെണ്ണുകൊണ്ടൊക്കെ വരഞ്ഞിടുന്നത്? Okay. According to section 77, it shall be the duty of the company creating a charge within or outside India on its property or assets or any of its undertaking, whether tangible or otherwise, situated in or outside India. Situated in or outside India, to register the particulars of charge. Thus, charge may be created within India or outside India. Also, subject matter of charge, that is property or assets or any of the company's undertaking, may be situated within India or outside India. Appo Indialu agam, outside India agam. Present case, in the given question, company has obtained a loan by creating a charge on the assets of foreign establishment. As per the provisions, it is the duty of the company creating a charge within or outside India on its property or assets or any of its undertaking, whether tangible or otherwise, and whether situated in or outside India, to register the provisions of, register the particulars of charge. Hence, stand taken by moonlight is not proper, and not to register the particulars of charge create on asset located outside India is not correct. So, registrar പറഞ്ഞതാണ് ഇവിടെ എന്ത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യം. കമ്പനി പറഞ്ഞത് എന്തല്ല, പ്രോപ്പർ അല്ല. ഇനി ഒന്ന് take your time and just read this answer and see. At least you read the last paragraphs and see whether you are getting the concept, or still if you are having doubt, I am ready to explain once more. Okay. അപ്പോ can I move to the next question? Clear ആണല്ലോ? Clear ആണല്ലോ? Okay, good. So അടുത്ത ക്വസ്റ്റ്യനില് ഇത് നമ്മളുടെ ഏത് ചാപ്റ്റർ എന്നാ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഹോപ്പ് യു വുഡ് റിമെമ്പർ. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് തരാം. നമ്മള് മാനേജ് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് കോറം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ച ഓർമ്മ ഉണ്ടാ? കോറം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മിനിമം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് കോറം. എത്രയാന്നുള്ള ഓർമ്മ ഉണ്ടാ? പെർ 1000 വരാണെങ്കിൽ എത്രയാണ്? കമന്റ് ചെയ്ത്. 1000 വരാണെങ്കിൽ എത്രയാണ്? 5. 1000 to 5000 ആണെങ്കിലോ 15. എബോവ് 5000 ആണെങ്കിലോ 30. ഗുഡ്. അതൊക്കെ ഒന്ന് ഓർക്കുക. ആ ഏരിയാസ് ഒക്കെ പോയിട്ട് ഒന്ന് നോക്കുക. ഞാൻ നോട്ടൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോട്ടിൽ കൃത്യമായിട്ടുണ്ടാവും. ഇനി നമ്മള് പ്രോക്സീനെ കോറത്തിൽ കൗണ്ട് ചെയ്യുമോ? ടെൽമി യെസ് ഓർ നോ. പ്രോക്സീനെ കോറത്തിൽ കൗണ്ട് ചെയ്യുമോ? നോ. അതുപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ഓഫ് പ്രസിഡന്റോ ഗവർണറോ ആണെങ്കിൽ കൗണ്ട് ചെയ്യുമോ? റെപ്രസെന്റേറ്റീവ് ഓഫ് പ്രസിഡന്റ് ഓർ ഗവർണർ, യെസ്, ഗുഡ്.
അതുപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ഓഫ് കമ്പനി ആണെങ്കിൽ കൗണ്ട് ചെയ്യും. യെസ്. ഇനി ഒരേ ആള് തന്നെ രണ്ട് കമ്പനി റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അതും കൗണ്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇനി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി കോറത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഒരു കോറം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോറമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. The articles of association of DJ Limited require the personal presence of 7 members to constitute quorum of general meeting. അപ്പൊ ആർട്ടിക്കിൾസ് പറയുന്ന എത്ര പേര് വേണമെന്നാണ്? 7. അങ്ങനെയാണെങ്കിൽ എത്രയാണ് കോറം ടൈപ്പ് ചെയ്തത്? വാട്ട് ഇസ് ദ കോറം നീഡഡ്? കോറം എത്രയാണ്? 7. വെരി ഗുഡ്. The company has 965 members as on the date of meeting. The following persons were present in the extraordinary meeting to consider appointment of managing director. ആരൊക്കെയുള്ള നോക്കിയേ? എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഗവർണർ ഓഫ് ഉത്തർപ്രദേശ്. ഡി റെപ്രസെന്റിംഗ് വൈ ലിമിറ്റഡ് ആൻഡ് എക്സ് ലിമിറ്റഡ്. ഇ എഫ് ജി എച്ച് ആർ പ്രോക്സീസ്. അങ്ങനെയാണെങ്കിൽ കോറം മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ നമുക്ക് 1 ആഡ് ചെയ്യാം, ഇതിലൂടെ നമുക്ക് 2 ആഡ് ചെയ്യാം, ഇത് 0. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ എത്ര പേരേ ഉള്ളൂ? 3. ആൻഡ് ആക്ച്വലി നമുക്ക് വേണ്ട കോറം എത്രയാണ്? 7. അങ്ങനെയാകുമ്പോൾ കോറം എന്തല്ല? പ്രസന്റ് അല്ല. ഈ കോറത്തിന്റെ സെക്ഷൻ ഓർമ്മ വേണ്ട? സെക്ഷൻ ഓർമ്മ വേണ്ട? സെക്ഷൻ 103 ആണ്. Okay, see, according to section 103 of the Companies Act, unless the articles of the company provide for larger number in case of public company, 5 members personally present if the number of members as on the date of meeting is not more than 1000 shall be the quorum. അപ്പോ 1000 അബോവ് ആണ് അല്ലെങ്കിൽ 1000 വരെ ആണെങ്കിൽ നിങ്ങളുടെ കോറം എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇനി കമ്പനി പ്രത്യേകിച്ച് പറയാണ് നിങ്ങളുടെ കോറം അതിൽ കൂടുതൽ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായി മാറും. So in this case, quorum for holding a general meeting is 7 members to be personally present. For the purpose of quorum, only those members are counted who are entitled to vote on resolution proposed to be passed in meeting. Again, only members present in person and not by proxy are counted. Hence, proxies, whether they are members or not, will have to be excluded. If company is a member of another company, it may authorize a person. അതായത് കമ്പനി റെപ്രസെന്റേറ്റീവിനെ അയക്കുന്ന പോയിന്റ് ഒക്കെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? കോറമായിട്ട് കണക്കാക്കും. ഇനി ഒരേ വ്യക്തി തന്നെ രണ്ട് കമ്പനിയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ രണ്ടായിട്ട് എന്ത് ചെയ്യും? കോറമായിട്ട് കൺസിഡർ ചെയ്യും. സിമിലർലി പ്രസിഡന്റ് ആയിക്കോട്ടെ ഗവർണർ ആയിക്കോട്ടെ അതും നമ്മൾ കോറത്തിൽ കൗണ്ട് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് എത്ര പേരേ ഉള്ളൂ നോക്കിക്കോ. എ വിൽ ബി കൺസിഡർഡ് ആസ് കോറം 1. ഡി വിൽ ബി കൺസിഡർഡ് ആസ് 2 വോട്ട്സ്. സോ 2. മറ്റേ പ്രോക്സിനൊന്നും കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ മൊത്തം 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് കോറം എന്തല്ല? സാറ്റിസ്ഫൈഡ് അല്ല. കോറം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? കോറം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക പറഞ്ഞേ? കോറം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആ മീറ്റിംഗ് എന്താവും? അഡ്ജേൺഡ് ആകും. ഓക്കെ വെരി ഗുഡ്. ഇനി അഡ്ജേൺഡ് മീറ്റിംഗിന്റെ അകത്തും കോറം ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിലോ? ഓർമ്മ ഉണ്ടോ? അഡ്ജേൺഡ് മീറ്റിംഗിനും കോറമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആരൊക്കെയാണ് അഡ്ജേൺഡ് മീറ്റിംഗിൽ പങ്കെടുത്ത ആളുകൾ അത് കോറമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മീറ്റിംഗ് എന്താക്കും? വേൾഡ് ഗുഡ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിലായിട്ട് ബന്ധപ്പെട്ടതല്ല, ബട്ട് സ്റ്റിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടല്ല. സപ്പോസ് എ എന്ന് പറയുന്ന ഒരാള് എ ബി സി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയും XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെയും റെപ്രസെന്റ് ചെയ്ത് വന്നു ഓൺ ദ നെക്സ്റ്റ് അഡ്ജേൺഡ് മീറ്റിംഗ്. ഇത് ഈ ഒരു പാറ്റേൺ എടുക്കുന്നത് ബെറ്റർ ആണ്. പക്ഷെ ഇത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് എഴുതുന്നില്ല, കുറച്ച് ഹയർ എൻഡ് ആയിട്ടാണ് എനിക്ക്. സപ്പോസ് ഒരു മീറ്റിംഗിന് എ എന്ന് പറയുന്ന ഒരാൾ വന്നു. ഇവിടെ എ ലിമിറ്റഡിനെയും എക്സ് ലിമിറ്റഡിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഇയാളാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ രണ്ടുപേരായിട്ട് കണക്കാക്കൂലേ? അങ്ങനെയാകുമ്പോ ഇതൊരു കോറമായി മാറും. അതായത് പേഴ്സണലി ഒരാളെ വന്നിട്ടുള്ളൂ. സപ്പോസ് അഡ്ജേൺഡ് മീറ്റിംഗ് ആണെന്ന് വെച്ചാൽ അഡ്ജേൺഡ് മീറ്റിംഗിൽ എത്ര പേരാ വന്നത് അതാണല്ലോ കോറം. സപ്പോസ് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാളുണ്ട് എന്ന് പറഞ്ഞിട്ട് കോറമായിട്ട് കണക്കാക്കൂ. ഒരാൾ തന്നെ രണ്ടാളെ റെപ്രസെന്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് സപ്പോസ് 2 കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരാൾ വന്നു. അങ്ങനെയാണെങ്കിൽ അത് കോറമായി മാറും അല്ലെങ്കിൽ അതൊരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് മാറുമോ? സപ്പോസ് പ്രൈവറ്റ് കമ്പനിയുടെ മീറ്റിംഗിൽ നമുക്ക് 2 പേരൊക്കെ ഉണ്ട് കോറം എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരാൾ തന്നെ 2 കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് ആയി മാറുമോ? യെസ് ഓർ നോ? തിങ്ക്. പറ്റുമോ? കോറമായിട്ട് മാറില്ല. എന്താ കാരണം? അങ്ങനെ ഒരു വ്യക്തി മാത്രം ഉണ്ടായാൽ പോരാ, അവിടെ വേറൊരാളും കൂടെ വന്നു. അതായത് 2 പേര് തന്നെ ഉണ്ടാകണം. ഒരാള് 2 പേർ റെപ്രസെന്റ് ചെയ്യുന്ന കരുതി അത് മീറ്റിംഗ് ആയി മാറുന്നില്ല. ആ സമയത്ത് there is a requirement of another person. ഈ ക്വസ്റ്റ്യനുമായിട്ട് ക്വസ്റ്റ്യനിലുള്ള കാര്യമൊന്നല്ല, ഒരു കോൺസെപ്റ്റ് ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞതാണ്. ഓക്കെ, അതായത് സപ്പോസ് ഞാൻ ഒരു മീറ്റിംഗിന് പോയി, ഞാൻ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് പോകുന്നത്. സപ്പോസ് തമിഴ്നാട് ഗവർണർ റെപ്രസെന്റേറ്റീവ് ആയിട്ടും കർണാടക ഗവർണർ റെപ്രസെന്റേറ്റീവ് ആയിട്ടും ഞാനാ പോയത്. ഞാൻ മാത്രമേ മീറ്റിംഗിലുള്ളൂ. ഈവൺ ദോ അത് 2 ഉണ്ട് കോറമെങ്കിലും, ഈവൺ അഡ്ജേൺ മീറ്റിംഗിൽ എത്രയാണോ വന്നത് അത് കോറമായിട്ട് പരിഗണിക്കുമെങ്കിലും അവിടെ ഞാൻ എന്നൊരു വ്യക്തി മാത്രമല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ അത് അഗെയിൻ നോട്ട് പോസിബിൾ.
ക്ലിയർ? അല്ലെങ്കിൽ അത് വാലിഡ് അല്ല. അവിടെ രണ്ടുപേര് വേണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മീറ്റ് ചെയ്യും? ഞാൻ എങ്ങനെ ഒരു മീറ്റിംഗ് നടത്തും? മീറ്റിംഗ് നടക്കാൻ രണ്ടുപേര് വേണ്ടേ? സപ്പോസ് ഒരു വ്യക്തിയും കൂടെ വന്നു, ഒരു റെപ്രസെന്റേറ്റീവ് കൂടെ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറും കൂടെ വന്നു, then it becomes a valid thing. Clear? Okay, moving on to the next question, which is a MCQ. The first auditor of a private limited company is to be appointed by board of directors within a period of dash days. ഒന്ന് ആൻസർ പറ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള ഒരു പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി എഴുതി വെച്ചോ 30. ഇത് ഞാൻ ക്ലാസ് പറയുന്നതാണ്. 30 എന്നുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ആൻസർ എന്തായിരിക്കും? 30. ഗുഡ്. ഐ എം ഗെറ്റിംഗ് കറക്റ്റ് ആൻസേഴ്സ്. വെരി ഗുഡ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What role NFRA play in enhancing quality of financial reporting? It provides training to company accountants. It establishes and enforces accounting standards. It audits all companies annually. It advises companies in financial strategy. Which is the best option? NFRA role എന്താ? Good. B. Accounting standards ആയിക്കോട്ടെ, auditing standards ആയിക്കോട്ടെ, implement ചെയ്യലാണ് NFRA role. Next question. What is the maximum tenure permitted for a company to accept or renew deposit? അതായത് മാക്സിമം പീരീഡ് എത്രയാണ് ഒരു ഡെപ്പോസിറ്റിന്? 24 ആണോ, 30 ആണോ, 36 ആണോ, 48 ആണോ? ഓർമ്മയുണ്ടോ? 6 മന്ത്സ് മുതൽ 36 മന്ത്സ് വരെയാണ് ഡെപ്പോസിറ്റ് കൊടുക്കുക. അതായത് മിനിമം ഡെപ്പോസിറ്റിന്റെ ടൈം എത്രയാടാ? 6 മന്ത്സ്. മാക്സിമം ടൈം എത്രയാടാ? 36 മന്ത്സ്. അതിൽ തന്നെ ഷോർട്ട് ടേം പർപ്പസിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് 3 മന്ത്സ് വരെ ആകാം. അതിലും റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഹോപ്പ് യു റിമെമ്പർ. നെക്സ്റ്റ് വൺ, ചാർജസ് എന്നൊരു MCQ. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് ഈസ് ഗിവൺ ഇൻ ഫോം നമ്പർ ഏതാ? സർട്ടിഫിക്കറ്റ് ഏതാ വരിക? ഓർമ്മയുണ്ടോ? സർട്ടിഫിക്കറ്റ് ഏതാ വരിക? CHG2. ഗുഡ്. അഞ്ജന ഗോകുൽദാസ് കറക്റ്റ് ആൻസർ. CHG2 ആണ്. CHG1 മുതൽ CHG9 വരെ നന്നായിട്ട് പഠിക്കുക. MCQന് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സർട്ടിഫിക്കറ്റ് ഷെയർസ് ആർ issued to new shareholders, government agency, employees or director, foreign investors. ആർക്കാണ് നമ്മൾ കൊടുക്കുക? സർട്ടിഫിക്കറ്റ് ഷെയർ ആർക്കാണ് കൊടുക്കുക? വെരി ഗുഡ്. അപ്പോ 5 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു, 5 MCQസും ചെയ്തു വിത്ത് റെസ്പെക്ട് ടു കമ്പനീസ് ആക്ട്. ഒരു റിവിഷൻ ആയോ? ചെയ്യാൻ പറ്റുന്നില്ലേ? കോൺഫിഡൻസ് ഉണ്ടാവുന്നില്ലേ? ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. അതാണ് നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു റിവിഷൻ ആയോ? കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ. സിക്കാസന്റെ ബാനറിലാണെങ്കിലും അല്ലെങ്കിൽ ഇത് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ PDF ഞാൻ എന്ത് ചെയ്ത് തരാം? ഷെയർ ചെയ്ത് തരാം. സോ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള റിവിഷൻ സെഷൻസ് കണ്ടക്ട് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ചെറിയ സെഷൻസ് ഇതുപോലെ ഞാൻ വെച്ച് തരുന്നുണ്ട്. നെക്സ്റ്റ് സെഷൻ. ഓക്കെ. നെക്സ്റ്റ് സെഷൻ ഞാൻ ഇൻഫോം ചെയ്യാം. നിങ്ങൾ തന്നെ നമ്മളെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. സോ വാട്ട് എൽസ്? അതർ ലോന് സെഷൻ വേണം. ഓക്കെ, വേണേ നമുക്ക് സിക്കാസ് ഏരിയ തീരുമാനിച്ചിട്ട് അതർ ലോനും കൂടെ ഒരു സെഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്യാം. അതർ ലോൺ ഒരു സെഷൻ വെച്ചാൽ. ഓക്കെ. ഓൾസോ കമ്പനി ലോന് വേണമെങ്കിൽ ഒരു സെഷൻ കൂടെ നമുക്ക് നോക്കിയിട്ട് വെക്കാം. ഓക്കെ അല്ലേ? അപ്പോ എന്തായാലും പോയിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഇന്ന് അറ്റൻഡ് ചെയ്ത സെപ്റ്റംബറിൽ എഴുതുന്ന എല്ലാവരും സെപ്റ്റംബറിലും, ജനുവരിയിൽ എഴുതുന്ന എല്ലാവരും ജനുവരിയിലും പാസ്സാവട്ടെ. പറ്റുന്ന പോലുള്ള എല്ലാ സപ്പോർട്ടും തരാം. ഓക്കെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു എനി ടൈം സൂൺ. ബൈ.